പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീതരസിജംഗരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം കൃതിഭാവയാമി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതാമൃതത്തിൽ നമ്മൾ കണ്ടത് ഭഗവാന്റെ അത്യന്തം മഹത്വമുള്ള ഒരു ലീലയായ രാസക്രീഡ എന്നതിൽ ഗോപികൾ ഭഗവാന്റെ അടുത്തെത്തി ഭഗവാൻ അവരെയൊക്കെ വേണ്ട പോലെ തിരിച്ച് പോവാൻ വേണ്ടി ഉപദേശിച്ചു. അതിലവർ പരമപുരുഷനെയാണോ ആശ്രയിച്ചത്? അതുകൊണ്ട് ഞങ്ങൾ എന്തിനാണ് പോകുന്നത് എന്ന് ചോദിച്ചു. പരപുരുഷന്മാരെ ഞങ്ങൾ ആശ്രയിച്ചിട്ടില്ല, ഒരക്ഷരം മാറ്റേയുള്ളൂ. പരപുരുഷന്മാരെ ആശ്രയിക്കുകയാണെങ്കിൽ അത് ധർമ്മത്തിന് വിരോധമാണ്. പക്ഷേ പരമപുരുഷനെ ആശ്രയിച്ചാൽ അതെങ്ങനെ തെറ്റാവുക? വേദങ്ങളൊക്കെ പറയണത് അങ്ങനെയാണ്, പരമപുരുഷനെ ആശ്രയിക്കണം എന്നല്ലേ. ഞങ്ങൾ ഏത് പരപുരുഷനെ ആശ്രയിച്ചിരിക്കണം? ചോദിക്കണം അവർ, പറയൂ, ഏത് പരപുരുഷനെയാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്? ഞങ്ങൾ പരമപുരുഷനെ സ്വീകരിച്ചിട്ടുള്ളൂ. എല്ലാ വേദങ്ങളും എല്ലാ ശാസ്ത്രങ്ങളും പറഞ്ഞ് അതിന് വിരോധമല്ലാത്ത കാര്യങ്ങളെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ അവരുടെ കൂടെ നടന്നു ഭഗവാൻ. അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ആനന്ദം, ഉല്ലാസം ഇതൊക്കെ കൊടുത്ത് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവർക്കൊരു തോന്നൽ, ഏതും നമ്മൾ വിചാരിച്ച വരുതിയിൽ വരുമ്പോഴാണല്ലോ നമുക്കൊക്കെ നമ്മുടെ കയ്യിലാണ് എന്നൊരു തോന്നൽ വരുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് അവരെ ഒന്ന് തങ്കമാക്കണം. സ്വർണം മാറ്റി തങ്കമാക്കാൻ അവരുടെ ലേശാംശമുള്ള അഹങ്കാരം പോലും കളയാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവരിൽ നിന്ന് മറഞ്ഞതോടു കൂടിയിട്ട് അവർക്ക് വലിയ വിഷമമായിട്ട് തിരയുകയാണ് അവർ ചെയ്യണത്. അതാണ് കൃഷ്ണ തിരോധാനം. കൃഷ്ണൻ മറഞ്ഞതോടു കൂടിയിട്ട് അവരെല്ലാറ്റിലും പ്രശമായ പ്രസാദായ തത്രൈവ അന്തരതീയത, സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരെ ആനന്ദിപ്പിക്കാൻ, അവരെ തെറ്റുകളെല്ലാം തിരുത്തി തങ്കമാക്കി മാറ്റാൻ വേണ്ടി, അല്ലാണ്ട് ഒരിക്കലും ശാശ്വതമായിട്ട് ശിക്ഷിക്കാനോ ദുഃഖിപ്പിക്കാനോ അല്ല എന്നർത്ഥം. അതാണ് പ്രശമായ പ്രശാന്തായ, അഹങ്കാരത്തെ തീർത്തവരെ നന്നാക്കാൻ ഒന്നങ്ങനെ മറഞ്ഞു. ഇനി അടുത്ത അധ്യായത്തിൽ കൃഷ്ണാന്വേഷണമാണ്. രാസക്രീഡ, കൃഷ്ണാന്വേഷണം. ഓരോ അധ്യായത്തിനും ഓരോ പേരാ. ജയതിദേതികം എന്നുള്ള അധ്യായത്തിന് ഗോപികാഗീതം, ഇവിടെ കൃഷ്ണാന്വേഷണം. മറ്റത് കൃഷ്ണൻ തിരോധാനം ചെയ്യണ അധ്യായം എന്ന് പറയാം. ചിലപ്പോൾ ഭഗവതോ രാസക്രീഡാവർണ്ണനം എന്നും പറയും. കൃഷ്ണ തിരോധാനം അങ്ങനെയും പറയാം. ഇവിടെ ഏതായാലും കൃഷ്ണാന്വേഷണമാണ്. ഇനി അന്തർഹിതേ ഭഗവതി സഹസൈവ വ്രജാംഗന അതപ്യന്തമചക്ഷാണ കരിണ്യ ഇവയൂതപം. ഏത് പ്രകാരത്തിൽ ഈ പിടിയാനകൾ അവരുടെ ഇഷ്ടനായിട്ടുള്ള കൊമ്പനാനകളെ കാണാതെ തിരയുന്നുവോ. എപ്പോഴും ഈ സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ നല്ല ഭാവത്തിൽ വർണ്ണിക്കുമ്പോൾ ഈ ആനയായിട്ട് ഉപമിക്കലുണ്ട്. രാമായണത്തിലൊക്കെ ഒരുപാട് ദിക്കിൽ കരിണ്യ ഇവയൂതപം, കരിണി പെണ്ണാന, കരിണം ആണാന, രണ്ടാനകൾ അവരെ ഉപമിക്കാറുണ്ട് സ്ത്രീ പുരുഷന്മാർ. പ്രകാരം കൊമ്പനാനകളെ തിരഞ്ഞ്, പിടിയാനകൾ കൊമ്പനാനയെ തിരഞ്ഞു പോകുന്നുവോ. കരിണ്യ ഇവ യൂതപം. അങ്ങനെ തിരഞ്ഞ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനോടും അവർ ചോദിക്കുകയാണ്. പപ്രച്ചുരാകാശതാണ് ആയന്ത്യ ഉച്ചേ അമുമേഭ സമ്മത വിജിക്കൊരുന്മത്തകവത്വനാത്മനം. ഉന്മത്ത അവസ്ഥയിൽ ഈ ചെടികളോടും വള്ളികളോടും വൃക്ഷങ്ങളോടും സംസാരിക്കുമോ സാധാരണ ബുദ്ധിയുള്ളവർ? വൃക്ഷമേ തേന്മാവേ എന്നൊക്കെ. അപ്പം അങ്ങനെ പറയുമ്പോൾ അവരൊരു ഉന്മാദാവസ്ഥയിലാണെന്ന് നിർത്തണം. ഉന്മത്തവത്, ഉന്മത്ത വനാത്മനം പ്രപ്രച്ചുരാകാശവതന്തരം ബഹിർ ഭൂതേഷു സന്തം പുരുഷം വനസ്പതിൻ. അങ്ങനെ അന്വേഷിച്ചതിൽ തെറ്റൊന്നുമില്ല എന്നാണ് ഗ്രന്ഥകാരൻ്റെ അഭിപ്രായം. കാരണം എന്താ? ഭൂതേഷു സന്തം, എല്ലാ ഭൂതങ്ങളിലും വസിക്കുന്ന ഒരാളെ എല്ലാ ദിക്കിലും അന്വേഷിച്ച എന്താ തെറ്റ്? അവിടെ ഇല്ലാത്തൊരാളെ നോക്കുമ്പോഴല്ലേ അതിൽ യോജിക്കായ്മയുള്ളൂ. കല്ലിലും മുള്ളിലും പുല്ലിലും വൃക്ഷത്തിലും കണ്ട ഭഗവാൻ തൂണിലും തുരുമ്പിലും മണ്ണിലും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരാളെ എവിടെ അന്വേഷിച്ചാലാ തെറ്റാവുക? അതാണ് ഭൂതേഷു സന്തം പുരുഷം വനസ്പതിം.
ആ ചെടികളിലും പൂരങ്ങളിലും സർവ്വജീവജാലങ്ങളിലും അവർ അന്വേഷിച്ചു. ആചൂതഃ ചമ്പകകർണികാരകേ മാലികേ മല്ലികേ ബാലതിമാലവല്യ. മുല്ലപ്പൂവേ പിച്ചകമേ തേന്മാവേ നീ കണ്ടോ ഞങ്ങളുടെ കൃഷ്ണനെ? ദൃഷ്ടോ വക്കച്ചിത് അശ്വത്ഥപ്ലക്ഷന്യഗ്രോധനോ മന. അശ്വത്ഥവൃക്ഷമേ നിഗ്രോധവൃക്ഷമേ നീ കണ്ടോ? നന്ദസൂനുർഗതോ ഹത്വ പ്രേമഗാഥാവലോകനൈ. മനോഹരമായിട്ട് നമ്മളെ നോക്കി പുഞ്ചിരിക്കുക, നോട്ടം മുതലായിട്ടത് കൊണ്ട് ഭ്രമിപ്പിച്ചതായ നന്ദസൂനുവായ കൃഷ്ണനെ നിങ്ങളാരെങ്കിലും കണ്ടുവോ? കച്ചിൽ കുരബകാശോകനാഗ പുന്നാഗ ചമ്പക രാമാനുജോ മാനിനീനാം ഇതോ ദർപ്പഹരസ്മിത. അഹങ്കാരത്തെ തീർക്കുന്നതായിട്ടുള്ള ആ ഭഗവാന്റെ പുഞ്ചിരി കാണാൻ ഏതെങ്കിലും വൃക്ഷങ്ങൾക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളോടൊന്ന് പറയൂ, എവിടെയാ കൃഷ്ണൻ? കച്ചേ തുളസി കല്യാണി ഗോവിന്ദചരണപ്രിയേ. തുളസിക്ക് ഇഷ്ടമുള്ള സ്ഥലമാണല്ലോ ഭഗവാന്റെ പാദം. ഭഗവാനും തുളസിയെ വലിയ ഇഷ്ടമാണ്. ഭഗവാന്റെ 4 പത്നിമാരിലൊരാളാത്രേ തുളസി. വേദപ്രകാരം സരസ്വതി, തുളസി, ലക്ഷ്മി ഒക്കെ ഭഗവാന്റെ പത്നിയാണെന്നാണ് പറയുക. ഭൂമി അതിലിട്ട് വരുന്നില്ല കേട്ടോ. ദേവീഭാഗവത്തിൽ ഭൂമി കൂട്ടിയാൽ 5 ഉണ്ടാവും. ഗംഗയാണ് ഒരു പത്നി എന്നാണ്. ഗംഗ, തുളസി, ലക്ഷ്മി, സരസ്വതി. അപ്പോൾ എങ്ങനെയാണ് ബ്രഹ്മാവിൻ്റെ പത്നിയും വിഷ്ണുവിൻ്റെ പത്നിയും കൂടിയ വിഭാഗത്തിൽ കഥകൾ കുറേ ഉണ്ട്. ഒരംശം കൊണ്ട് ബ്രഹ്മാവിൻ്റെ പത്നിയാണ്. ദേവീദേവന്മാർക്ക് അങ്ങനെയൊക്കെ പറ്റും, നമുക്ക് പറ്റില്ലോ. ഒരംശം കൊണ്ട് ഒരാളുടെ ഭാര്യയോ ഒരംശം കൊണ്ട് വേറൊരാളുടെ ഭാര്യയോ. കഥകൾ കുറേ ഉണ്ടായിരുന്നു. ഇവിടെ പ്രസക്തിയില്ല, പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും സരസ്വതി വിഷ്ണുവിൻ്റെ പത്നിയും കൂടിയാണ്, മനസ്സിലാക്കിയാൽ മതി. അതിന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ തുളസി, സരസ്വതി, ഗംഗ, ലക്ഷ്മി എന്നീ 4 പത്നിമാർ വിഷ്ണുവിനുണ്ട് എന്ന് വേദപ്രസിദ്ധമാകുന്നു എന്ന് ദേവീഭാഗവത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കഥകളെ കൊണ്ട് ഒരംശം കൊണ്ട് ബ്രഹ്മപത്നിയും കൂടി ആയി തീർന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ തുളസി ഭഗവാന്റെ പത്നിസ്ഥാനാണ്. യോഗ്യതയില്ലാത്ത ഏതെങ്കിലും ആൾക്ക് അവിടെ എത്താൻ പറ്റുമോ? അപ്പോൾ തുളസി, അപ്പം നിനക്കറിയണല്ലോ കൃഷ്ണനെ, കർത്താവ് ഏതിയെ പോയി എന്ന് ഭാര്യയ്ക്ക് അറിയുമോ എന്ന് അവരോട് ചോദിച്ചു. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ മുഴുവനെ അന്വേഷിച്ച് എവിടെയും കാണാതെ ദുഃഖത്തോടു കൂടിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഒരു കാലടി കണ്ടു വൃന്ദാവനത്തിലെന്നാണ്. ഒരു സ്ത്രീയുടെ 2 കാലടികളാണ് കണ്ടത്. അടുത്ത് ഭഗവാന്റെ കാലടിയുണ്ട്. അപ്പം 4 കാലടി കണ്ടു. 2 അവർക്ക് വേഗം തിരിച്ചറിഞ്ഞു കൃഷ്ണൻ്റെയാണ്. അങ്കുശം, അതുപോലെ തന്നെ ശംഖ, ചക്രം, താമര, ഈ അടയാളങ്ങളൊക്കെ ഉള്ളത് കൃഷ്ണൻ്റെ അല്ലാണ്ട് വേറെ ആർക്കാ ഉണ്ടാവുക? അപ്പോൾ ഇതാ കൃഷ്ണൻ ഇങ്ങനെയാണ് പോയിരിക്കുന്നത്, ഈ സ്ഥലത്ത് കൂടെയാണ് പോയിരിക്കുന്നത്. പിന്നെ മറ്റേ കാലടി ഒരു സ്ത്രീയുടെയാണ്. അത് ഇവർക്ക് കുറച്ച് വിഷമവും പരിഭ്രമവും ഒക്കെ ഉണ്ടാക്കി. അയ്യോ, മറ്റൊരു സ്ത്രീയെ മാത്രമായിട്ട് കൃഷ്ണൻ ഇഷ്ടപ്പെട്ട് കൊണ്ടുപോയോ? അപ്പോൾ നമ്മളെക്കാളൊക്കെ ഇഷ്ടമുള്ള ഒരാളുണ്ടോ കൃഷ്ണന്? ഓരോരുത്തരുടെയും വിചാരം താനാണ് മീതെ, തന്നോടാണ് കൂടുതൽ ഇഷ്ടം എന്നാണല്ലോ. പക്ഷേ ഇതിന് വിപരീതമായിട്ടല്ലേ ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഏതോ ഒരു സ്ത്രീയെ കൊണ്ടുപോയിട്ടുണ്ട്. അല്ലാണ്ട് കൃഷ്ണൻ്റെ കൂടെ ഈ 2 കാലടി സ്ത്രീയുടെ കാണുമോ? ഏതായാലും പോയി നോക്കാം, നമുക്ക് ആ കാലടിപ്പാടുകൾ പിന്തുടർന്ന് നോക്കുക എന്നങ്ങനെ പറഞ്ഞ് നോക്കി പോയപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയുടെ കാലടിപ്പാടുകൾ കാണാതായിരിക്കണം. ഭഗവാന്റെ കാലടി കുറച്ച് നല്ലോണം കുഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ ഉള്ളതിനേക്കാളും. എന്താ അതിൻ്റെ അർത്ഥം? ഈ സ്ത്രീയെ എടുത്ത് ഭഗവാൻ നടന്നുണ്ട്. അപ്പം അത്രയ്ക്ക് ഭഗവാൻ ഇഷ്ടമുണ്ടോ അങ്ങനെ ഒരു സ്ത്രീയെ? അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീയെ ഭഗവാൻ ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം? അത്രത്തോളം കൃഷ്ണനിൽ സ്വാധീനം ഉണ്ടോ അവൾക്ക്? ഈ സ്ത്രീയെയാണ് രാധ എന്ന് പല സ്ഥലത്തും വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഭാഗവതത്തിൽ രാധ എന്ന പേരില്ല, പറഞ്ഞിട്ടേ ഇല്ല. അഷ്ടപതിയിലുണ്ട്, വേറെ പുരാണങ്ങളിലുണ്ടാവും, പക്ഷെ ഇതിലില്ല, രാധ എന്ന പേരില്ല. പക്ഷേ രാധ എന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം കുറേ ഉണ്ട്. ഒന്ന് ശോഭിക്കുന്നവൾ, തേജസ്സുള്ളവൾ എന്നൊരർത്ഥം, ആരാധിക്കുന്നവൾ എന്നൊരർത്ഥം. പല അർത്ഥങ്ങളുമാണല്ലോ ഒരു വാക്കിന്. രാധസ് എന്ന് പറഞ്ഞാൽ തേജസ് എന്നാണ് അർത്ഥം. അങ്ങനെ ഒരു സ്ത്രീ എന്നുള്ള അർത്ഥത്തിൽ രാധ എന്ന് പറഞ്ഞതുകൊണ്ട് തെറ്റില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന രാധിക ഭാഗവതത്തിലില്ല. പലരും ലേഖനം എഴുതിയിട്ടുണ്ട് രാധ എവിടെ എന്ന് ചോദിച്ചിട്ട്. അതല്ല, ഭാഗവതത്തിൽ അതില്ല. ഒരു സ്ത്രീന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് രാധ ആവാം, രാധ ആവുന്നതിന് വിരോധമില്ല എന്നേ ഉള്ളൂ. അവിടെ പറഞ്ഞിട്ടില്ല രാധ. അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ത്രീയെ മാത്രം മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഒറ്റയ്ക്ക് ആക്കാതെ ഭഗവാൻ സ്വീകരിച്ചത്?
അത് നാരായണീയത്തിലൊരു വാക്കുണ്ട്, രാജാഭിതാം താവതജാതഗർവാം. ആ സമയത്ത് അവൾക്ക് അഹങ്കാരം ഉണ്ടായിട്ടില്ല. ഒരു ഘട്ടത്തിൽ അവൾക്ക് മാത്രമായിട്ട് അഹങ്കാരം ഇല്ലാതെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവർക്കൊക്കെ അഹങ്കരിച്ചപ്പോഴും ഈ സ്ത്രീക്ക് അഹങ്കാരം ഉണ്ടാവാത്തതുകൊണ്ട് ഭഗവാൻ അവളെ മാത്രമാക്കിയിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഘട്ടത്തിലെത്തിയപ്പോഴോ അഹങ്കാര ഭൂതബാധ അവൾക്കും ഉണ്ടായി. ഇവരെ എല്ലാം ഉപേക്ഷിച്ചിട്ട് തന്നെ സ്വീകരിക്കണമെങ്കിൽ തനിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവണമല്ലോ. അപ്പം താനൊരു ലേശം മീതയാണ് എന്നൊരു ഭക്തിയുടെ അഹങ്കാരം. ഈ ഭക്തന്മാർക്ക് അത്രയേ ഉള്ളൂ, വേറെ അഹങ്കാരമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതും പാടില്ല എന്നാണ്. ഞാൻ ഭക്തനാണോ, വലിയ ഭക്തനാണോ എന്ന അഹങ്കാരം വന്നാൽ അത് ഭഗവാൻ അത്ര നല്ല സ്വീകാര്യമായിട്ടുള്ളൊരു കാര്യമല്ല. ഞാൻ ഭക്തനല്ല എന്ന് വിചാരിക്കണം. കാരണം ഭക്തി എന്ന് പറയുന്നത് എത്ര വലിയൊരു പദമാണ്. അവിടേക്ക് എത്തിക്കാനും ചിന്തിക്കാനും നമുക്ക് സാധിക്കുമോ? നമ്മൾ പറയല്ലേ നമ്മൾ ഭക്തനാണ്. എവിടെ ഭഗവാൻ തീരുമാനിക്കണം, ഒപ്പിട്ട് സീൽ വെക്കണം. അല്ലാണ്ട് നമ്മൾ ഭക്ത സർട്ടിഫിക്കറ്റൊന്നും നമുക്ക് കിട്ടില്ല. വെറുതെ വിചാരിക്കുക. ഒന്നാമത് എന്താ ഭക്തി എന്ന് പറഞ്ഞാൽ തന്നെ ഭക്തി അനേന ഭഞ്ജതേ ഹൃദയഗ്രന്ഥീതി ഭക്തി എന്നാണ്. പ്രപഞ്ചത്തോടുള്ള സർവബന്ധത്തെയും നമുക്ക് മനസ്സുകൊണ്ട് ഉപേക്ഷിക്കാൻ കഴിയണം. പ്രവൃത്തി കൊണ്ട് ഉപേക്ഷിക്കണമെന്നില്ല, മനസ്സുകൊണ്ട് ഉപേക്ഷിക്കാൻ കഴിയണം. സഹായിക്കുന്നുണ്ടോ നമുക്ക്? ഇന്നെന്ത് ഭക്തനാ? ഭക്തിയുടെ നിർവചനപ്രകാരം തന്നെ നമ്മളാരും ഭക്തന്മാരല്ല. അപ്പം അതൊക്കെ വലിയ ടേമാണ്. അപ്പം ആ ഒരു അഹങ്കാരം പോലും പാടില്ല. അപ്പോൾ ഇവിടെ രാധയ്ക്ക് ഒരു ഘട്ടത്തിൽ അതുണ്ടായി. എല്ലാവരേക്കാൾ തന്നെയാണ് ഭഗവാൻ ഇഷ്ടം. അപ്പം ഭഗവാൻ അവളെ ഉപേക്ഷിച്ചു, എടുത്ത് അങ്ങോട്ട് പൊന്തിച്ചു. പിന്നെ കൃഷ്ണനെ ആ രാധയും കണ്ടില്ല. ഒറ്റയ്ക്ക് രാധ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. രാധ എന്നുള്ള പേര് ഇവിടെ പറഞ്ഞിട്ടില്ല. ഒരു കൈയും കുത്തി ദുഃഖിച്ചിരിക്കുമ്പോൾ ഈ സ്ത്രീകൾ ഈ സ്ത്രീയെയാണ് കണ്ടത്, കൃഷ്ണനെ അവർ കണ്ടില്ല. ഇതാ ഇവളായിരിക്കാം നമ്മുടെ കൃഷ്ണനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് പോയിട്ട് ചോദിക്കണമല്ലോ, അങ്ങനെ വിട്ടാൽ പറ്റുമോ? നീ എവിടെയാ ഞങ്ങളുടെ കൃഷ്ണനെ കൊണ്ടേ ഒളിപ്പിച്ചിരിക്കണം? മര്യാദയ്ക്ക് കാണിച്ചു തന്നോളൂ, അല്ലച്ചാൽ ഞങ്ങളുടെയൊക്കെ ഭാവം മാറും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഭീഷണി, ദേഷ്യം, സങ്കടം, പരിഭവം. അപ്പം ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കണ പോലെ ഞാൻ കൃഷ്ണനെ എവിടെയും ഒളിപ്പിച്ചിട്ടില്ല ഗോപികളെ. നിങ്ങളെക്കാളും കഷ്ടമാണ് എൻ്റെ സ്ഥിതി. നിങ്ങളെ ഒന്നുമില്ലെങ്കിൽ എല്ലാവരെയും കൂടെയല്ലേ വിട്ടത്, ഒറ്റയ്ക്കാക്കിയിട്ടാണ് എന്നെ അയച്ചത്. അപ്പോൾ എനിക്ക് എത്ര ദുഃഖം ഉണ്ടാവും. അതുകൊണ്ട് എന്നെ നിങ്ങൾ ദേഷ്യപ്പെടരുത്, ഞാൻ വളരെ ദുഃഖിതയാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ നിങ്ങളെയെല്ലാം മാറ്റി എന്നെ കൊണ്ടുപോയപ്പോൾ ഞാൻ വിചാരിച്ചു ലേശര യോഗ്യത എനിക്ക് അധികം ഉണ്ടോ എന്ന്. അപ്പം കൃഷ്ണൻ എന്നെ തന്നെ കാട്ടിലാക്കി ഉപേക്ഷിച്ച് പോയി. അപ്പോൾ അവർ തീരുമാനിച്ചു, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഭഗവാന്റെ അപദാനങ്ങൾ വാഴ്ത്തുക. അവിടെ ഭഗവാൻ വരാതിരിക്കില്ല എന്ന് പല സ്ഥലത്ത് ഭഗവാൻ പ്രതിജ്ഞയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഗോപികാഗീതം, ഭഗവാന്റെ അപദാനങ്ങളെക്കുറിച്ച് പാടുന്നതായിട്ടുള്ള ഒരു അധ്യായം, 19 ശ്ലോകം. നാരദ ഭക്തിതൂത്തത്തിലും ഭഗവാൻ പറഞ്ഞിരിക്കുന്നു, നാഹം വസാമി വൈകുണ്ഠേ യോഗിനാംഗദയേപിച്ച മദ്ഭക്താ എത്ര ഗായന്തി തത്ര തിഷ്ഠന്തി നാരദ. വൈകുണ്ഠത്തിലോ യോഗികളുടെ ഹൃദയത്തിലോ ഞാൻ ചിലപ്പോൾ കണ്ടു എന്ന് വരില്ല. എൻ്റെ ഭക്തന്മാർ എവിടെയാണ് എൻ്റെ അവതാരങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നത് അവിടെ എപ്പോഴും ഞാൻ ഉണ്ടാവും കേട്ടോ. സംശയമില്ലാണ്ട് എന്നെ നോക്കാൻ പറ്റിയൊരു സ്ഥലം അവിടെയാണ്. എവിടെ എൻ്റെ ഭജനഗീതങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കഥകൾ, അവദാനങ്ങൾ ഭഗവാൻ അതായത് ഭക്തന്മാർ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നുവോ അവിടെ ഞാൻ സദാ ഉണ്ടാവും. അതൊക്കെ പ്രാവർത്തികമാക്കുക, മനസ്സിൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു ഭാവം അവിടെ ഉണ്ട്. മദ്ഭക്ത എത്ര ഗായന്തി തത്ത തിട്ടന്തി നാരദ. മുമ്പൊരിക്കലും ഞാൻ പറയുണ്ടായ ഒരു സ്വാമി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ സമാധിയായി. ഭാഗവതത്തിൻ്റെ എല്ലാ വാക്കുകളും പറയുക, ഒരു വാക്കുപോലും വിടാതെ വ്യാഖ്യാനിക്കുന്ന ആളോ ചിദാനന്ദ സരസ്വതി. അപ്പം അദ്ദേഹത്തിന് ഒരിക്കലും ഏകാദശം പറയുമ്പോൾ എല്ലാം പറയേണ്ട മുമ്പിൽ ഒരാളൊറ്റ ഉള്ളൂ അവിടെ. ഒരാൾ ചോദിച്ചു, എന്തിനാ സ്വാമി നിങ്ങൾ വായിച്ചു പോയാൽ പരി, ഈ ഒരാൾക്ക് കേൾക്കാൻ ഇത്രയും അധ്യായത്തിൻ്റെ എന്തിനാ പറയണത്? ഇപ്പോൾ ഉട്ടനെ അദ്ദേഹം ചേട്ടൻ ചാടിയില്ലോ, ആരാ പറഞ്ഞ എൻ്റെ മുമ്പിൽ ആളില്ല എന്ന്? എൻ്റെ മുമ്പിൽ ഭഗവാനുണ്ട്. ഞാൻ അത് വിചാരിച്ചിട്ടാണ് പറയണത്. ഒറ്റ വാക്ക് വിടാതെ എനിക്ക് ഒരാളും വേണ്ട. എന്നാലും ഞാൻ പറയും, ആ പറയണതിൽ എനിക്കൊരു നിർവൃതിയുണ്ട്. ആരെന്നെ നിർബന്ധിച്ചിട്ടൊന്നല്ലോ ഞാൻ പറയണം. അതുകൊണ്ട് അദ്ദേഹം കേൾക്കും, അതിനാണ് ഞാൻ പറയണത് എന്ന് പറഞ്ഞു.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശ്വാസം അങ്ങനെ തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഒരാൾ കേൾക്കാൻ വേണ്ടി ഇതൊക്കെ പറയുമോ? ഒരു മടുപ്പും അദ്ദേഹത്തിനില്ല. ഈ കേട്ട ആളൊരൊറ്റ നമസ്കാരം സ്വാമി, ഞാൻ ചോദിച്ചത് തെറ്റായി, അത്രത്തോളം ഞാൻ എത്തിയില്ല. സ്വാമിയുടെ ആ ഒരു ഭാവനയുണ്ടല്ലോ ഈശ്വരൻ മുമ്പിലുണ്ടെന്ന്. മീതെ ഒരു ഭക്തന് എന്താ വേണ്ടത്? അപ്പം അങ്ങനത്തെ ഭാവന വരുമ്പോൾ നമുക്ക് ഭഗവാൻ കഥ പറയുന്നിടത്തുണ്ട് എന്ന് ചിന്തിച്ചാൽ എല്ലാ സത്സംഗ സദസ്സിലും ഭഗവാൻ ഉണ്ട്. ആ പറയുന്നിടത്ത് ഈശ്വരൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹത്വം എത്രയുണ്ട്? ആ സ്ഥലത്തിൻ്റെ, ആ പറയുന്ന ആൾക്കും ഉണ്ടാവണമല്ലോ മഹത്വം, കേൾക്കണവർക്കും ഉണ്ടാവണം മഹത്വം. ഈശ്വര കഥകൾക്ക് ഇതൊക്കെയാണ് പ്രാധാന്യം. കഥ നമുക്ക് അറിയാഞ്ഞിട്ടല്ല ഇതൊന്നും. ഒരു പ്രാവശ്യം കേട്ടറിയില്ല, 2 പ്രാവശ്യം കേട്ടറിയില്ല, പഠിക്കണതേ ഉള്ളൂ, അതല്ല. പക്ഷേ ആ കഥ എത്ര പ്രാവശ്യം പറയുമ്പോൾ അവിടെ ഈശ്വരൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊരു മടുക്കാത്തതും വീണ്ടും വീണ്ടും ചെയ്യേണ്ടതും അല്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശ്വരൻ ഉണ്ടാവുക, പൂജ എത്രയോ പ്രാവശ്യം ചെയ്ത പൂജയുടെ ഒരേ സ്റ്റെപ്പുകൾ തന്നെയല്ലേ നമ്മൾ ചെയ്യണം. എന്തിനാ അപ്പം അതിൽ ഇത്ര അത്ഭുതമോ ആസക്തിയോ വ്യക്തി ബഹുമാനത്തോട് കൂടിയിട്ടൊന്ന് നമ്മൾ ചെയ്യണത്? അവിടെ ഭഗവാനുണ്ട്, അതുകൊണ്ടാണ്. വീണ്ടും വീണ്ടും ചെയ്യും. ഇനിയും ലോകത്തിൽ ഗണപതി ഹോമം നടക്കും, ഇനിയും ഭഗവത് സേവ നടക്കും, കൃഷ്ണപൂജ നടക്കും, ഇല്ലേ? അർച്ചനകൾ ഇനിയും നടക്കും, എത്രയോ നടക്കും. അപ്പോൾ അവിടെ ഭഗവാനുണ്ട്. അതുപോലെ ഈ കഥകൾ പറയുന്നത് ഒരു പൂജയാണ്, ഒരു ഉപാസനയാണ്. അങ്ങനെ അതിനെ എടുക്കണം എന്നാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. എൻ ഭക്തായ എത്ര ഗായന്തി തത്ര തിഷ്ടന്തി നാരദ. ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ കഥ പറയുന്നവർക്കുള്ളൊരു നിർവൃതി എത്രയാണ്, കേൾക്കുന്നവർക്കൊരു നിർവൃതി എത്രയാണ്, വായിക്കുന്നവർക്കൊരു നിർവൃതി എത്രയാണ്? ഈശ്വരൻ ഉണ്ട് അവിടെ. ഈ ഈശ്വരൻ ഉണ്ടാവണേൽ അപ്പുറം ലോകത്തിൽ മഹത്വമുള്ള വേറെ വല്ല കാര്യം ഉണ്ടോ? അപ്പം അത്രയും വലിയൊരു സംഗതിയാണ് ഈശ്വര കഥാപ്രസ്താവം. അത് കേൾക്കൽ, അതിനെ സമീപിക്കലെല്ലാം നമ്മൾ വളരെയേറെ ബഹുമാനത്തോടു കൂടിയിട്ടും അത് ചെയ്യേണ്ടതാണ്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ നമ്മുടെ ധർമ്മം എന്ന ബോധത്തോടു കൂടിയിട്ട് വേണം കേൾക്കാൻ, പറയാൻ, വായിക്കാൻ എല്ലാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊക്കെയാണ്. കഥ അങ്ങനെ പറയണു, അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ആ ഗോപികൾ ഭഗവാന്റെ അവദാനങ്ങളെ വാഴ്ത്താൻ തീരുമാനിച്ചു. അത് കുറേ ശ്ലോകമുണ്ട്. ഗോപ്യൗജു ജയതിതേതികം ജന്മനാ വ്രജ ശയത ഇന്ദിരാശ്ചതത്രയീ ദൈതദിശ്യതാം ദിക്ഷുതാവക ത്വയിദാസവത്വാം വിജിന്വതേ. ആദ്യം അവർ പറയാണ്, ഹേ ദൈത, അല്ലയോ ഞങ്ങളുടെ ഇഷ്ടപ്പെട്ടതായിട്ടുള്ള സഖാവായിട്ടുള്ള കൃഷ്ണാന്ന് വിളിക്കുകയാണ് ദൈത. ഈ വ്രജ അധികം ജയതി, ഗോകുലം വളരെയേറെ വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ച് വിജയിക്കണു, വർത്തിക്കണു. എന്നു മുതൽക്ക്, അല്ലെങ്കിൽ എന്തുകൊണ്ട്? തേ ജന്മന, അങ്ങയുടെ ജന്മം കൊണ്ട്. അതുവരെ ഇല്ല, അതുവരെയുള്ള ഗോകുലമല്ല അങ്ങയുടെ ജന്മത്തിന് ശേഷം ഉള്ളത്. സന്തതി ഇല്ലാണ്ട് ബുദ്ധിമുട്ടണ യശോദി നന്ദഗോപുരം ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥ. സാധാരണ പണികൾ നടക്കുന്ന ഒരു ഗോകുലം അത്രയേ ഉള്ളൂ, കൃഷ്ണനില്ലാത്ത ഗോകുലം. അവിടുത്തെ ജന്മം ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ ഉണ്ടായത് എന്തൊക്കെയാണ് ഭഗവാനെ? കൊടികൾ, തോരണങ്ങൾ, ദാനം, ആട്ടം, പാട്ട്. പിന്നെ ആ ഗോകുലം പഴയ ഗോകുലത്തിൽ നിന്ന് എത്രയോ വ്യത്യാസപ്പെട്ട ചോദിച്ചാൽ അജഗജാന്തരാണ്, ആനയും ആടും പോലെ ഇല്ലേ? തേ ജന്മന വ്രജം അധികം ജയതി, അധികമായിട്ട് ഉത്തരോത്തരം ആ ഗോകുലം വിജയിക്കുന്നു സർവേശ്വര അങ്ങയുടെ ജന്മത്തോടു കൂടിയിട്ട്. ദൈതദിശ്യതാം ദിക്ഷുതാപകാത്വം വിചിന്വതേ. അത്രയേറെ മഹത്വമുള്ളതായിരിക്കുന്ന അങ്ങയെ ഞങ്ങളിതാ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കാണാതെ കയ്യിൽ കിട്ടിയതായിട്ടുള്ള സൗഭാഗ്യം നഷ്ടപ്പെട്ടതിൽ ദുഃഖിച്ച് ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഗോപികൾ കൃഷ്ണനോട് പറയുന്ന ഒരർത്ഥം മാത്രമല്ല ഉള്ളൂ എന്നാണ്. അതാണ് ശ്രീകൃഷ്ണോപാസകർ ഈ ഗോപികാഗീതം ശിഷ്യന്മാർക്കും ഉപാസകർക്കും ഉപദേശിക്കാൻ കാരണം. മറ്റൊരർത്ഥം എന്താണ്? ഭഗവാന്റെ ആ ഒരു സാന്നിധ്യമാണ് വാസ്തവത്തിൽ എല്ലാവരെയും ധന്യമാക്കുന്നത്. ഈശ്വര സ്വാധീനം, ഈശ്വരനുള്ളതായിരിക്കുന്ന ആഗ്രഹം, ഈശ്വരൻ്റെ സാന്നിധ്യം ഇതൊക്കെ നമുക്ക് ഉപാസിക്കുന്നവർക്ക് ഉണ്ടാവും. അതുകൊണ്ട് അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക, കിട്ടുന്നത് വരെ അന്വേഷിക്കണം എന്നാണ്. അന്വേഷിക്കുവിൻ കണ്ടെത്തും. ബ്രഹ്മത്തെ അന്വേഷിക്കാണ്ടെന്നും കണ്ടെത്തില്ല വിചാരിക്കേണ്ട, സ്വപ്നത്തിൽ പോലും. വളരെയേറെ അന്വേഷിച്ചിട്ട് പോലും കിട്ടാത്തതാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ ജന്മം കൊണ്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കുക. ഈ ജന്മത്തിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും കിട്ടുമല്ലോ.
അതുകൊണ്ട് അന്വേഷണം നിർത്തില്ല. അതുകൊണ്ട് ആ അന്വേഷണം, ജിജ്ഞാസ നമുക്കുണ്ടാവണം അല്ലേ? അതാ തത്വജിജ്ഞാസ. ഉപനിഷത്തിലൊക്കെ അതാ പറയുക, തത്വജിജ്ഞാസ ഉണ്ടാവണം, അറിയണം എന്ന ആഗ്രഹം ഉണ്ടാവുക. അന്വേഷിക്കുന്നു, നമ്മൾക്കൊക്കെ അതിനുള്ള ബാധ്യതയുണ്ട്. എന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു അനുഭവത്തിൻ്റെ ഒരു അംശമെങ്കിലും നമുക്കതുകൊണ്ട് ലഭിക്കുകയും ചെയ്യും. എന്ന് നമുക്കെടുക്കാനുള്ളത്. അടുത്ത് ശരദുദാശേ സാധുജാത സരതിജോദര ശ്രീമുഷാദിശ സുരതനാഥ തേ ശുർക്കദാസിക ഭരത നിഗ്നദോ നേഹ കിംബഥ. ശരത്കാലത്ത് വിരിഞ്ഞ താമരപ്പൂവിൻ്റെ ഇതൾ പോലെ മനോഹരമായ കണ്ണുകളെ കൊണ്ട് ഞങ്ങളെ നോക്കി സന്തോഷിപ്പിച്ചു, മോഹിപ്പിച്ചു. ശരത്കാലത്ത് വിരിഞ്ഞ താമരപ്പൂവിന് എന്താ പ്രത്യേകത? അത് വളരെയധികം തേജസ് ഉണ്ടാവും. മഴക്കാലം അങ്ങോട്ട് കഴിഞ്ഞിട്ടുള്ളതാണല്ലോ ശരത്കാലം വരിക, ഹേമന്തം. അതിൻ്റെ ഇടയ്ക്ക് എന്താ കാരണം വെച്ചാൽ, ശരത്കാലത്തെ താമരയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത്, മഴയില്ലാത്തതുകൊണ്ട് വാടലോ വെള്ളം ഇങ്ങനെ വീണിട്ട് കളറ് പൂവലോ മങ്ങലോ ഉണ്ടാവില്ല. മഴ കഴിഞ്ഞിരിക്കണം. ഇനി വേനൽക്കാലത്താണെച്ചാലോ വാട്ടുണ്ടാവും. ഇവിടെ അതുമില്ല ശരത്കാലത്ത്. മഞ്ഞുകാലത്താണെച്ചാൽ മഞ്ഞ് വീണിട്ട് ഒരു പ്രശ്നം ഉണ്ടാവും അത്രേ താമരയ്ക്ക്. പല ദിക്കിലും ഉപമിക്കിന് കാണാൻ കാവ്യത്തിൽ മഞ്ഞ് വീണ താമര പോലെ ദുഃഖിക്കുന്ന ആൾക്കാർ. മഞ്ഞ് വീണ താമരയുടെ ഭംഗി കുറയും. ഇത് ശരത്കാലത്ത് മഞ്ഞുമില്ല. അപ്പോൾ താമരയ്ക്ക് ഭംഗി ഉണ്ടാവാൻ എന്നത് ഏറ്റവും യോജിക്കുന്ന കാലമാണത്രേ ശരത്കാലം. താമരയൊക്കെ നട്ടു നടത്തുന്നത് ആ സമയത്ത് താമരയ്ക്ക് ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും. അപ്പോൾ അവിടെ എന്താ പറയണ, അതേപോലത്തെ ആ താമരയുടെ, ശരത്കാലത്തെ താമരയുടെ ഇതളിൻ്റെ പോലെ മനോഹരമായ കണ്ണുകളെ കൊണ്ട് ഞങ്ങളെ നോക്കി മോഹിപ്പിച്ച് ഇപ്പോൾ എവിടെയാണ് മറഞ്ഞു നിൽക്കുന്നത്? ഇതിനേക്കാൾ ഞങ്ങളെ വധിക്കല്ലേ ഭേദം. ഭരത നിഗ്നദോനേഹ കിം വധ. വധത്തേക്കാൾ കഷ്ടമാണ് ദുഃഖിക്കുക, ജീവിച്ച് ദുഃഖിക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് വധം എന്നൊരവസ്ഥയേക്കാൾ കഷ്ടമായിട്ടൊരവസ്ഥയിലാണ് ഇപ്പം അങ്ങ് ഞങ്ങളെ തള്ളിയിരിക്കുന്നത്. രക്ഷിക്കണമേ. വിഷജലപ്പയാത് വ്യാളരാക്ഷതാത് വർഷമാരുതാത് വൈദ്യുതാനല വൃഷമയാത്മജാത് വിശ്വതോഭയാത് ഋഷഭദേ വയം രക്ഷിതാമുഹു. കാളിയൻ്റെ വിഷജലത്തിൽ നിന്ന്, വ്യാളാസുരൻ പാമ്പായിട്ട് വന്നിട്ടുള്ള അസുരനിൽ നിന്ന്, ഇന്ദ്രൻ്റെ മഴയിൽ നിന്ന് എല്ലാം ഞങ്ങളെ രക്ഷിച്ചു ഭഗവാനെ. ആ രക്ഷിച്ചത് എന്തിനായി തീർന്നു? വീണ്ടും വലിയ ദുഃഖത്തിനായി തീർന്നു. അതിലേതിലെങ്കിലും പെട്ടിട്ട് ഞങ്ങൾ മരിച്ചതായിരുന്നു ചിലപ്പോൾ ഈ ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല. അപ്പോൾ ആ രക്ഷിച്ചിട്ട് കാര്യമില്ല ഇങ്ങനെ ഞങ്ങളെ ദുഃഖിപ്പിക്കുകയാണെങ്കിൽ. ആ രക്ഷിച്ചതുകൊണ്ടൊരു കാര്യം ഉണ്ടാവണം വെച്ചാൽ എന്തുണ്ടാവണം? കൃഷ്ണൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അപ്പം ഇതിലും നല്ലത് ഞങ്ങൾക്ക് മരിക്കുകയല്ലേ കൃഷ്ണ. കൃഷ്ണൻ്റെ സാന്നിധ്യം അനുഭവിച്ചിട്ട് ആ കൃഷ്ണൻ ഇല്ലാത്തൊരവസ്ഥയെ അനുഭവിക്കുന്നതിൽ നല്ലത് നേഹ കിം വധ. ഇതിനേക്കാൾ ഞങ്ങളെ കൊല്ലുകയാണ്. നഖലു ഗോപികാനന്ദനോ ഭവാനഖിലദേഹിനാമന്തരാത്മതൃ വിഘനതാർത്ഥിതോ വിശ്വഗുപ്തേ സഖൗദേഹിവാൻ തത്വതാങ്കുലേ. ഏതായാലും ആ പരമം അല്ലാത്തത് പരപുരുഷനെ സ്വീകരിക്കുക എന്ന് ശരിയാണോ എന്നൊരു പക്ഷേ അങ്ങ് ചോദിക്കും. അങ്ങ് ഈ യശോദയുടെ പുത്രനാണോ വാസ്തവത്തിൽ? ശരിക്കും ദേവകിയുടെ പുത്രനാണ്. ദേവകിയുടെയും പുത്രനല്ല, ശരിക്ക് പരമാത്മാവാണ്. ദേവിയുടെ പുത്രനായി വന്നു, അപ്പം യശോദയുടെ പുത്രനായിട്ട് കാട്ടിക്കൂട്ടി. രണ്ടും അല്ലല്ലോ. അവിടെ നഖലു ഗോപികാനന്ദനോ ഭവാൻ. യശോദയുടെ പുത്രനല്ല, അഖിലദേഹിനാമന്തരാത്മ, എല്ലാ ശരീരത്തിലും അന്തര്യാമിയായിട്ടിരിക്കുന്ന പരമപുരുഷ. ആ പരമപുരുഷനെ പ്രാപിച്ചതിൽ എന്താണ് തെറ്റ്? പരപുരുഷന്മാരെ സ്വീകരിക്കുന്നത് തെറ്റാണ്. പരമപുരുഷനെ സ്വീകരിച്ചാൽ അതെന്താണ് തെറ്റ്? വിഘനസാർത്ഥിതോ വിശ്വഗുപ്തയെ, ബ്രഹ്മാവിൻ്റെ അപേക്ഷ മൂലം വിശ്വഗുപ്തയെ ലോകത്തെ രക്ഷിക്കാനായിക്കൊണ്ട് സാത്വതാങ്കുലേ വിഷ്ണുവംശത്തിൽ അവതരിച്ച വിഷ്ണുവല്ലേ അങ്ങ്? പിന്നെന്താ അങ്ങയെ ആശ്രയിച്ചാലോ അങ്ങയെ വേണം എന്ന് ഞങ്ങൾ കരുതിയാലോ അതിൽ തെറ്റ്? ഗോപികളുടെ അന്ധമായ പ്രാകൃത കാമം ആസക്തി അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്ന ഒന്നാണ് ഗോപികാഗീതം. അതാണ് ഗോപികാഗീതത്തിന് ഇത്ര പ്രസക്തി. അതിലവർ സ്ഥാപിച്ചിരിക്കുന്നു. പരപുരുഷനായ കൃഷ്ണനെ ഞങ്ങൾ കണ്ടിട്ടുമില്ല, സ്വീകരിച്ചിട്ടുമില്ല. പരമപുരുഷനെയാണ് ഞങ്ങൾ. ആ ഒരു അക്ഷരത്തിൻ്റെ മാറ്റം അവിടെ വളരെ പ്രസക്തമാണ്. അതുകൊണ്ടാണ് അതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. പരമപുരുഷനായിരിക്കുന്ന ഭഗവാനെയാണ് ഞങ്ങളിത് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അവരുടെ പ്രാകൃത രീതിയിലുള്ള പരപുരുഷ ആസക്തിയോ പരപുരുഷാശ്രയോ അല്ല എന്ന് ആവർത്തിച്ച് പറയുന്ന ഒന്നാണ് ഗോപികാഗീതം. രാസക്രീഡയിൽ പറയുന്ന വിരചിതാഭയം വൃഷ്ണിതുര്യതേ ചരണമീയുഷാം സംസൃതേർഭയാ കരതരോരുകം.
വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് ഒരു പുരുഷനുമായിട്ട് ബന്ധപ്പെട്ട സുഖം തരണം എന്നല്ലല്ലോ അവർ പറഞ്ഞു. സംസ്കൃതേർഭയാർ, സംസാര ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കുന്നതായ അനുഗ്രഹം ഞങ്ങൾക്ക് വേണം. ഇതിലും മീതഞ്ഞി എന്താ ഉള്ളത്? നമ്മൾ രാവിലെ എന്താ പ്രാർത്ഥിക്കുക? സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ. ഭഗവാനെ സംസാരസാഗരത്തിൽ നിന്ന് രക്ഷിക്കാനല്ലേ ആശ്രയിച്ചത്. ഇവിടെ എന്താ? സംസ്കൃതേർഭയാത്, സംസാര ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കാനായിക്കൊണ്ട് കരസരോരുഹം, ആ കൈകളാകുന്ന താമരപ്പൂവ് ഒന്ന് ഞങ്ങളുടെ ശിരത്തിൽ വെച്ച് അനുഗ്രഹിക്കൂ കൃഷ്ണ. വ്രജജനാർത്തിഹൻ വീരയോഷിടാം നിജജനസ്മയാതും സനസ്മിത പചസഖേ ഭവൽ കിങ്കരീസ്മനോ ചലരുകാനനം ചാരുദർശയ. ഓരോ ശ്ലോകത്തിൽ നോക്കിയാലും കൃഷ്ണൻ പരപുരുഷനല്ല എന്ന് കാണാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഗോപികാഗീതത്തിന് ഇത്ര പ്രസക്തി വന്നത്. കൃഷ്ണനെ കാണാതെ ചില സ്ത്രീകളൊരു പുരുഷനെ അന്വേഷിച്ച ഗോപികാഗീതത്തിന് ഒരു പ്രസക്തി ഉണ്ടാവില്ല, ഉറപ്പ്. അതല്ല വ്രജജനാർത്തിഹൻ, ഈ ഗോകുലത്തിലത്തെ സ്ത്രീകളുടെ ദുഃഖം തീർക്കാനല്ലേ കൃഷ്ണ അങ്ങ് അവതരിച്ചത്. അവിടെ ഒന്നും കൂടി വിപുലമായിട്ട് ചിന്തിച്ചാൽ ഗോകുലത്തിലത്തെ ആൾക്കാരുടെ ദുഃഖം തീർക്കാൻ വേണ്ടി മാത്രമല്ല അവതരിച്ചത്. വ്രജം എന്ന് പറഞ്ഞാൽ അതാണ് വാക്കുകളുടെ ആഴം നോക്കുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ സമൂഹമായ ശരീരം എന്നർത്ഥമുണ്ട്. ഇന്ദ്രിയങ്ങളുടെ സമൂഹമായ ശരീരം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരുടെയും ദുഃഖം തീർക്കാൻ ഏതെങ്കിലും ഒരു പരപുരുഷന് ചെയ്യാൻ പറ്റുമോ? ഒരു പുരുഷന്, ഒരു ജാരന് എല്ലാവരുടെ ദുഃഖം തീർക്കാൻ പറ്റുമോ? ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. വ്രജജനാർത്തിഹൻ, ശരീരികളുടെ ദുഃഖത്തെ തീർക്കുന്നതായിരിക്കുന്ന ഭഗവാനെ എല്ലാവർക്കും ആഗ്രഹം കൊടുക്കുന്നതായിട്ടുള്ളതാണ് വ്രജജനാർത്തിഹൻ. ആർത്തിയെ ഇല്ലാണ്ടാക്കുക. നിജജനസ്മയാതും സനസ്മിത, അങ്ങ് ഈ മറഞ്ഞത് എന്തിനാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ലേശം ഉള്ളിൽ അഹന്തയുണ്ടായി, ആയിക്കോട്ടെ, മറഞ്ഞതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യണില്ല. ഇപ്പോൾ അഹങ്കാരം ഉണ്ടോ? ഒട്ടുമില്ലല്ലോ ഭഗവാനെ. അപ്പോൾ ഇത് അവസാനിപ്പിച്ചൂടെ? ശിക്ഷയുടെ ദൈർഘ്യം ഒന്ന് അവസാനിപ്പിച്ചൂടെ? അഹങ്കാരമുള്ളപ്പോൾ അങ്ങ് ശിക്ഷിച്ചോളൂ, അത് ന്യായം, ധർമ്മം. പക്ഷേ അഹങ്കാരം ഇപ്പം ഞങ്ങളുടെ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ഒട്ടും തോന്നണില്ല. അതുകൊണ്ട് ഈ ശിക്ഷ കൂടുതൽ നീട്ടരുത്. നിജജനസ്മിത ധ്വംസനസ്മിത, പുഞ്ചിരിയോട് കൂടിയിട്ട് സ്വജനങ്ങളിലെ ഭക്തന്മാരുടെ അഹങ്കാരം തീർക്കുക എന്നൊരു കാര്യം അങ്ങ് ചെയ്യാറുണ്ട്. അതിൽപ്പെട്ടതാണ് ഇത് എങ്കിൽ ഇപ്പോൾ ആ അഹങ്കാരം ഒട്ടുമില്ല. ഞങ്ങൾക്ക് മനസ്സിലായി കൃഷ്ണൻ ഞങ്ങളുടെ സ്വന്തമല്ല. സ്വന്തമാവണം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, ഭഗവാൻ തന്നെ വിചാരിക്കണം. അപ്പോൾ എങ്ങനെയാണ് അഹങ്കാരം ഉണ്ടാവുക? അതുകൊണ്ട് ആ മുഖം ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുമോ ഭഗവാനെ? പ്രണതദേഹിനാം പാപകർശനം തൃണചരാനുഗം ശീനികേതനം, ആശ്രയിച്ചവരുടെ പാപം ഇല്ലാണ്ടാക്കുന്നതും പുല്ലുകളിൽ അടിവെച്ച് നടക്കുന്നതും കല്ലും പുല്ലും അതാണല്ലോ കാട്ടിലുണ്ടാവുക. അല്ലാണ്ട് മെത്തയോ പൂക്കളോ ഒന്നും ഉണ്ടാവില്ല. അതിൽ ശ്രീ ഭഗവതിയുടെ ആവാസസ്ഥാനമായിട്ട് അതാ വീണ്ടും പരപുരുഷനല്ല. ഏതെങ്കിലും കാലിൽ ശ്രീ ലക്ഷ്മി ഭഗവതി ഉണ്ടാവുമോ? നമ്മുടെയൊക്കെ കാലിൽ ലക്ഷ്മി ഭഗവതി ഇരിക്കുകയാണ്. ഒരു പുരുഷൻ്റെ കാലിൽ ലക്ഷ്മി ഭഗവതി ഇരിക്കില്ല. ആരുടെ കാലിൽ ലക്ഷ്മി ഭഗവതി ഇരിക്കുള്ളൂ? ഒറ്റ ആളുടെ കാലിൽ, സർവേശ്വരനായ ഭഗവാൻ. ഒക്കെ മതിയല്ലോ. അതുകൊണ്ട് ശ്രീനികേതനം, ആ ലക്ഷ്മിയുടെ ആവാസസ്ഥാനമായിരിക്കുന്നതായ ആ പാദപത്മം, നീണ്ട പാദപത്മത്തിൻ്റെ പ്രത്യേകത ഭണിഭണാർപ്പിതം, കാളിയൻ്റെ ശിരത്തിൽ നൃത്തം വെച്ചിട്ടുള്ളതും പരിപാവനമായ ആ പാദം കൊണ്ട് കാളിയനും കൂടി ശുദ്ധായി. വിഷം കൊണ്ട് അഹങ്കരിച്ച് പലരെയും കൊന്നിരുന്ന ദുഷ്ടക്കാളിയൻ പോലും സർവേശ്വര അങ്ങയുടെ പാദപത്മം കൊണ്ട് ശുദ്ധനായില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഭണിഭണാർപ്പിതം, കാളിയൻ്റെ ശിരത്തിൽ നൃത്തം വെച്ചിട്ടതും ശ്രീ ലക്ഷ്മിയുടെ ആവാസസ്ഥാനമായിട്ടുള്ളതും ആയ ആ പാദാംബുജം ഒന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ വെച്ച് ഞങ്ങളുടെ ദുഃഖത്തിനെ ശമിപ്പിച്ച് തരുമോ ഭഗവാനെ? എത്ര നല്ല വാക്യങ്ങളാണ് അങ്ങ് പറഞ്ഞത്. ബുധമനോജ്ഞയ, അറിവുള്ളവർക്ക് ആസ്വദിക്കാൻ പറ്റിയതായ ആ അധരാമൃതം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. അവിടെ അധരാമൃതം എന്നുള്ളതിന് ചിലർ കൊടുത്ത വ്യാഖ്യാനം ഗീത പോലെയുള്ള ഉപദേശങ്ങളാണ്. ശൃംഗാരത്തിലത്തെ അധരാമൃതം അല്ല, മറിച്ച് അധരാമൃതം ശ്രീ ഭഗവാനുവാച എന്ന് പറഞ്ഞിട്ടുള്ളതായ മധുരമുള്ള വാക്കുകൾ ഗീതയിലെ ഉദ്ധവോപദേശത്തിൽ എത്ര കേട്ടാലാ അത് മതിയാവുക? അങ്ങനെയുള്ള സർവേശ്വര അധര അമൃതം, അങ്ങയുടെ അധരത്തിൽ നിന്ന് പുറപ്പെട്ടതായിട്ടുള്ള കേട്ടാലും 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 മതിയാവാത്ത കപിലോപദേശമൊക്കെ ഇങ്ങോട്ട് കേട്ടവരൊക്കെ
തിരുവിണ്ണാനിതരാം ഭൂമൻ അസതിന്ദ്രിയദർശനാത്. ആ ചോദ്യത്തിനുള്ള ഉത്തരവൊക്കെയാണ് പറഞ്ഞ് കേട്ട് കഴിഞ്ഞാണ്ടല്ലോ ഏതൊരാൾക്കാ എത്ര കേട്ടാലാ മതിയാവുക. അതുകൊണ്ട് സർവേശ്വരാത്തേ അധരാമൃതം, അതിന് ഞങ്ങൾക്ക് കേൾക്കാൻ ധൃതിയായി എന്ന് പറയണം. എല്ലാ മനസ്സിൻ്റെ കൽമഷങ്ങളും ഭഗവാന്റെ കഥയുടെ മാഹാത്മ്യം പറയണം. തവ കഥാമൃതം തപ്ത ജീവനം കവിപിരീഡിതം കൽമഷാപകം. കഥകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിൻ്റെ രാഗദ്വേഷാദികളെ കഠോരതകളൊക്കെയാണ് പോവും. ആർദ്രമായിട്ടുള്ള മനസ്സുണ്ടാവും, ശുദ്ധമായിട്ടുള്ള മനസ്സായിട്ട് മാറും. കേൾക്കുന്തോറും ശ്രവണമംഗളം. എത്ര കേട്ടാലും മതിയാവില്ല, ഭഗവാൻ തന്നെ ആ കേൾക്കണവരുടെ കൂടെ ഉണ്ടാവും. കേൾക്കുക, പറയുക, അവരുടെ കൂടെ ഭഗവാൻ എപ്പോഴും ഉണ്ടാവും എന്നാണ്. ഏതെങ്കിലും തരത്തിൽ ഭഗവാൻ അവരെ അദൃശ്യമായിട്ട് രക്ഷിക്കും. രക്ഷിക്കപ്പെടുന്നവരും കൂടി അറിയില്ല ഭഗവാൻ രക്ഷിക്കണത്. അങ്ങനെയൊക്കെയാണ് എടപ്പ ഭഗവാൻ രക്ഷിക്കുക. സർവസമ്പത്തും ശ്രീമദാദിതം ദുഹിണന്തിതേ ഭൂരിദാജന. എല്ലാവരും ആ കഥകളെ വീണ്ടും 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 സർവേശ്വര വാഴ്ത്തുന്നു. തറ വാഴ്ത്തിയല മതിയവ തദൈവ രമ്യൻ രുചിരം നവം നവം. ഓരോ നിമിഷം ഓരോ പ്രാവശ്യം പറയുമ്പോഴും പുതിയതായിട്ട് ഇങ്ങനെ വരുന്നു. കഴിഞ്ഞ പറയണേക്കാൾ ഉത്സാഹം ഇപ്പം പറയുമ്പോഴുണ്ട്. ഇനി എന്ന് പറയണത് എങ്ങനെ പറയണമെന്ന് ഇപ്പം തന്നെ ആലോചിക്കുകയാണ്. ഓരോ പ്രാവശ്യവും പുതിയതായിട്ട് വരുന്നതാണ് ഈശ്വരകഥകൾ. മറ്റു കഥകളൊക്കെ കേൾക്കുന്തോറും മടുത്ത് പഴകണതാണ്. ഇതാവട്ടെ വീണ്ടും വീണ്ടും പുതിയതാവണു. അങ്ങനെ പശുക്കളുടെ പിന്നാലെ അടിവെച്ച് നടക്കുന്നതും കല്ലിലും പുല്ലിലും കാല് വെച്ച് നടക്കുന്നതും ആ കാലൊക്കെ എവിടെയെങ്കിലും മുറിയില്ലേ സർവേശ്വര? അതിലും ഭേദം ഞങ്ങളുടെ അടുത്തിരിക്കുകയല്ലേ, ഞങ്ങൾക്കും ഗുണമുണ്ട്, അങ്ങയുടെ കാല് മുറിയൂല്ല കാട്ടുകൂടെ നടക്കുമ്പോൾ. ദിനപരീക്ഷയെ നീലകുന്തളേർവരരുഹാനനം വിപ്രതാവൃതം. സന്ധ്യാസമയത്ത് പശുക്കളെയൊക്കെ മേച്ച് ഓരോരോ വീട്ടിലായിട്ട് കയറി വരുന്ന ആ സന്ധ്യകൾ എത്ര സുന്ദരമായിരുന്നു. കൃഷ്ണൻ കയറി വരുന്ന സന്ധ്യകൾ അത് ഒരിക്കലും കൃഷ്ണ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മായില്ല. സന്ധ്യയായിട്ട് അസ്തമിക്കുമ്പോൾ പശുക്കളെ കൊണ്ട് മയച്ച് മടങ്ങി വരുന്നതായിട്ടുള്ള ചിത്രം നീ ഭഗവാന്റെ പാദത്തെ വർണ്ണിക്കുകയാണ്. പ്രണതകാമദം പത്മചാർച്ചിതം ധരണിമണ്ഡനം ദേയമാപതി. 2-3 വിശേഷണങ്ങൾ. ഒന്ന് ആശ്രയിച്ചവർക്ക് എല്ലാം നൽകുന്നത്. ഭക്താനാം കാമവർഷദ്വിതരു കിസലയം. കൽപ്പവൃക്ഷത്തിൻ്റെ തളിരാണ്, എല്ലാം ആ പാദം കൊണ്ട് മാത്രം കിട്ടും. പിന്നെയോ പത്മജാർച്ചിതം, ലക്ഷ്മീദേവി പൂജിക്കുന്ന ഒരു സംഗതിക്ക് എത്ര മഹത്വം ഉണ്ടാവണം, അതാണ് പാദം. ധരണിമണ്ഡനം, ഭൂമിക്ക് അലങ്കാരമായിട്ടുള്ളതാണ്. ഓരോ അടി വയ്ക്കുമ്പോഴും ഭൂമി പുളകം കൊള്ളണു. ധ്യേയം, ധ്യാനിക്കാൻ ഇത്ര സുഖമുള്ളത് വേറൊന്നുമില്ല. അപ്പോഴും ആ പാദത്തിനെ ധ്യാനിക്കുന്നവർക്ക് യാതൊരു ആപത്തും ഉണ്ടാവില്ല, യാതൊരു ദുഃഖവും ഉണ്ടാവില്ല. അപ്പോൾ ആശ്രയിച്ചത് കൊടുക്കുന്നത്, ലക്ഷ്മീദേവിയാൽ പൂജിക്കപ്പെടുന്നത്, ഭൂമിക്ക് അലങ്കാരമായിട്ടുള്ളത്, ധ്യാനിക്കാൻ സുഖമുള്ളത്. 4 വിശേഷണം. ആ ചരണപങ്കജം, താമരപ്പൂ പോലത്തെ കാലുകൾ ഒന്ന് ഞങ്ങളുടെ മാറത്ത് വെച്ച് അനുഗ്രഹിക്കൂ ഭഗവാനെ. സുരതവർദ്ധനം ശോകനാശനം സുരിതവേണുനാ സുഷ്ടുചുംബിതം ഇതരരാഗവിസ്മാരണം നൃണാം പിതരവീരനത്തേതരാമൃതം. ഓടക്കുഴലിനെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. സ്വരിത വേണുന, ആ ഓടക്കുഴലിൻ്റെ പ്രത്യേകത എന്താണ്? വളരെ സുഖമുണ്ടാക്കുന്ന ഗാനമാണ് അതിൽ നിന്ന് പുറപ്പെടുന്നത്. പിന്നെ ശോകങ്ങളൊക്കെ ഇല്ലാതെ ശോകനാശനാണ്. അങ്ങനെ ഉള്ളതായിരിക്കുന്ന ആ ഓടക്കുഴൽ സദാ ഇരിക്കുന്നത് എവിടെയാണ്? അങ്ങയുടെ ചുണ്ടത്താണ്. ആ വേണുഗാനം ഒന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ, അല്ലെങ്കിൽ അധരാമൃതം ഞങ്ങൾക്ക് ആസ്വദിക്കാൻ ധൃതിയായി എന്നാണ്. ഇനി എന്താ പ്രത്യേകത? ഇതരരാഗവിസ്മാരണം. ഭാഗവതത്തിൻ്റെ ഒരൊറ്റ പ്രത്യേകത എന്താ വെച്ചാൽ, ഞാൻ എപ്പോഴും പറയുക, വേറൊന്നിലും താല്പര്യം ഉണ്ടാവില്ല അത്രേ. അന്യത്രസ്യാൽ രതിക്കുചിൽ. അവസാനിപ്പിക്കുക ലാസ്റ്റ് ദിവസം. ഈ ഭാഗവതം നമ്മൾ കേട്ടാൽ ശൗനകാദികളെ ഈ സൂതനാണ് കേട്ടോ അവിടെ പറഞ്ഞു കൊടുക്കണം. വേറൊന്നിലും നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. ചുരുക്കം ഇയാളെ കൊണ്ട് ലോകം മടുക്കും. ഒന്നിനും താല്പര്യമില്ലാത്തൊരു പരബ്രഹ്മം ഏത് നേരവും ഈ ഭാഗവതം വെച്ചിരിക്കുക. അയാളെ കൊണ്ട് തോറ്റു ഞങ്ങളെന്ന് പലരും പറയും. തോറ്റോട്ടെ, പക്ഷേ നമ്മൾ ജയിക്കുകയാണ്. ഒരാൾ തോറ്റാലല്ലേ നമ്മൾ ജയിക്കുള്ളൂ. തോറ്റു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ജയിച്ചു. അതിൽ മാത്രം താല്പര്യമായിട്ടാണ് വന്നാൽ അവർ ജയിച്ചു. പിന്നെ അതുകൊണ്ട് ഇതരരാഗവിസ്മാരണം മറ്റൊരു കാര്യത്തിലും പിന്നെ താല്പര്യം ഉണ്ടാവില്ല. ഇതിലും ഇങ്ങോട്ട് താല്പര്യം ഇങ്ങോട്ട് വന്നാണ്ടല്ലോ, ഇതൊരു പ്രത്യേക ലഹരി തന്നെയാണ്. അനുഭവിച്ചവർക്കല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് സർവേശ്വര അടതയത് ഭവാനന്നികാനനം തൊഴിരുഗായതേ ത്വാം അപശ്യതാം. ആ മനോഹരമായിട്ടുള്ള മുഖം കണ്ടിട്ട് ഞങ്ങൾക്ക് മതിയായിട്ടില്ല. ഈ കൺപോളകൾക്ക് എന്തിനാണ് അടയ്ക്കാനും തുറക്കാനും ഉള്ള ഒരു കഴിവുണ്ടായത്? എപ്പോഴും തുറന്നിട്ട് ഇരുന്നൂടെയെന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്.
ആ കണ്ണുകൾ ഇങ്ങനെ അടയ്ക്കുമ്പോൾ കൃഷ്ണനെ മറിയുകയാണ്. ഒരു സ്റ്റേജിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരാളുടെ പൃഷ്ഠം കണ്ടാൽ നമ്മളിങ്ങനെ താനും ഇങ്ങോട്ട് മാറി നിൽക്കുക. അത് കാണാനല്ല ഞങ്ങളിവിടെ നിൽക്കണം, ആ സ്റ്റേജിലത്തെ പരിപാടി കാണാൻ. ആ മറയാണ്ട് നിൽക്കൂ, നമുക്ക് ദേഷ്യം വരും ഇല്ലേ? മുമ്പിൽ ഒരാളെപ്പോഴും ഇങ്ങനെ വന്ന് ഫോട്ടോ എടുക്കാൻ മാത്രമല്ല ഇത് കാണാനും കൂടിയല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കണ പോലെ ഇവർ പറയുകയാണ്, എന്തിനാ ഈ കൺപോളകൾ ഇങ്ങനെ വന്ന് മറയണത്? കൊണ്ട് സർവേശ്വര, ഭർത്താവ്, മക്കൾ, കുടുംബം ഇവയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾ വേണുഗാനം കേട്ട് വന്നത്. ആ ഞങ്ങളെ ഉപേക്ഷിക്കരുത്. മനോഹരമായിട്ടുള്ള സ്വകാര്യം പറച്ചിൽ, മാറിൻ്റെ ഭംഗി, വിരിഞ്ഞ മാറ്, അതിൻ്റെ ഭംഗി ഇതെല്ലാം കണ്ട് വന്നതായിരിക്കുന്ന ഞങ്ങൾ എന്തൊന്നാണോ ആഗ്രഹിക്കുന്നത് അത് നൽകണമേ. സ്വജനഹൃത്തുജാമിന്നിഷൂദനം, ആ സംഗമസുഖം ഞങ്ങൾക്ക് നൽകണമേ, സംഗമശ്രീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറയണം. യത്തേ സുജാതചരണാന്തുരുകം തനേഷു പീതാശനെ പ്രദധീമഹി കർക്കശേഷു തേനാടവീമടത്തി തദ്വിതേന കിംസിൻ കുർപ്പാതിർഭമതീർഭവതായുഷന്ന. അപ്പം ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരൊറ്റ പ്രതീക്ഷയിലാണ്, എന്തെങ്കിലും കൃഷ്ണനെ കാണും. ഒരശരീരികൾ കേൾക്കുകയാണ് നിങ്ങളൊരിക്കലും കൃഷ്ണനെ കാണുക, അപ്പം ഞങ്ങൾ പ്രാണൻ വെടിയും. എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല, ഒറ്റ കാര്യത്തിനാണ് ജീവിക്കുന്നത്, കൃഷ്ണനെ കാണാൻ. അതല്ലേ ശരിക്കും ആയുസിൻ്റെ ലാഭം. ഭാവം അറിയാനാണത്. ശരഭങ്കൻ ശരീരത്തെ ഉപേക്ഷിച്ചു, ശബരി ശരീരത്തെ ഉപേക്ഷിച്ചു. എന്താ കാരണം? അതോട് വേണ്ടത് ഒരു രാമനെ കാണലാണ്, കണ്ടു, ഇനി എന്താ പ്രസക്തി? അപ്പോൾ അതാണ് ആ ജീവൻ്റെ ആഗ്രഹം വേണ്ടത്, ഈശ്വരാനുഭവം ഉണ്ടാവാൻ. പ്രകാരം ഭഗവാനെ കീർത്തിച്ചപ്പോൾ ഇതിഗോപ്യപ്രകായന്ത്യ പ്രളബന്ധ്യച്ച ചിത്രധ ഇടതുസ്തരൻ രാജൻ കൃഷ്ണദർശനലാലസ താസാമാപിതഭൂച്ചൗരീസ്മയമാനമുഖാംബുജ പീതാംബരതരത്രകീ സാക്ഷാൽ മന്മഥ. കോടി മന്മഥൻ്റെ ലാവണ്യത്തോടു കൂടിയിട്ട്, കാമദേവൻ്റെ സൗന്ദര്യത്തോടു കൂടിയിട്ട് ഭഗവാൻ അവരുടെ മുമ്പിൽ നല്ല വനമാല പീതാംബരത്താലും മന്മഥ കാന്തിയാലും മനോഹരമായിട്ട് ഓടക്കുഴ ഒഴിച്ച് തുളസിമാല ധരിച്ച് മഞ്ഞപ്പട്ടുടുത്തിട്ട് അവരുടെ മുമ്പിലാണ് പ്രത്യക്ഷമായി. പിന്നെ ആ ഭഗവാൻ പ്രത്യക്ഷമായതിന് ശേഷമുള്ള അവരുടെ ലീലകളോട് കൂടിയിട്ട് മറ്റൊരു ഭാഗത്തിൽ രാസക്രീഡ നമുക്ക് അവസാനിപ്പിക്കാം. വലിയൊരു വിഷയമാണത്. ഗോപാലൻ നായർ എത്ര പേജാണ് വർണ്ണിച്ചിരിക്കുന്ന നിശ്ചല്യ രാസക്രീഡ. ചെറിയ അക്ഷരത്തിൽ നിരവധി പേജ്, ഒരു പുസ്തകം തന്നെ എഴുതാം രാസക്രീഡ വിഷയം. അതുകൊണ്ട് നമ്മൾ കുറച്ചെങ്കിലും അതിനെ അനുസ്മരിക്കാണ്ടിരുന്നാലും പറ്റില്ല. എൻ്റെ പരിധിയിലൊന്നും നിൽക്കാറില്ല. സപ്താഹത്തിൽ 1:15 1:20 എന്ന് പറഞ്ഞാണ് പോവും. 1 മണിക്ക് നിർത്തേണ്ടതാണ്. എൻ്റെ രീതി അങ്ങനെയാണ്. അത് എവിടെ എത്തിയാലും ഒതുങ്ങുക. ആനയെ കൊണ്ടേ തൊഴുത്തിൽ കെട്ടിയാൽ നിൽക്കുമോ എന്ന് ചോദിക്കും പണ്ടൊരാൾ എന്ന പോലെയാണ്. എന്തായാലും ബാക്കി നമുക്ക് അടുത്ത ഭാഗത്തിൽ കായേന വാചാവനസേന്ദ്രിയർവാബ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാൻ കരോതി സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.